الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طاسين تلك آيات الكتاب المبين نتلو عليك من نبي موسى وفرعون بالحق لقوم يؤمنون أيها الناس أوصيكم وإياي أولا بتقوى الله അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ചിട്ടപ്പെടുത്തണം എന്നോടെന്ന പോലെ പരിശുദ്ധ ഖുർആനിലെ ഖസസ് സൂറയിലെ ആരംഭത്തിലെ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾ സാന്ദർഭികമായി മനസ്സിലെത്തേണ്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഇഖ്ലാസോടുകൂടി, ഉണർവോടുകൂടി അല്ലാഹുവിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കുന്നതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ റഹ്മാനായ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ്. ഒന്ന് വെള്ളിയാണ്. വെള്ളി ശ്രേഷ്ഠതയുള്ള ദിവസം തന്നെയാണ്. ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം വെള്ളിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയുടെ പുലരിയെ നമ്മൾ അങ്ങനെ തന്നെ നോക്കിക്കാണും. വെള്ളിയാഴ്ച ആകാന്നുള്ള വിശ്വാസം സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, കുറെ നന്മകൾ വാരിക്കൂട്ടാൻ, കുറെ പുണ്യങ്ങൾ ചെയ്യാൻ, കുറെ നന്മകൾ കൂടുതൽ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഖൈറു യൗമിൻ തുരിയത് ഫീ ശംസി യൗമിൽ ജുമുഅ, സൂര്യനുദിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം വെള്ളിയാണ്. വെള്ളിയുടെ പ്രഭാതം തന്നെ നമുക്ക് സന്തോഷമാണ്. ആ നിലക്ക് വെള്ളിയെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ചരിത്ര സംഭവമായ ഒരു സംഭവം നടന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്ന ദിവസമാണ് മുഹറം 10. ഇന്ന് നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾ നോമ്പിലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെയും നമ്മൾ ഒട്ടുമിക്ക ആളുകൾ നോമ്പിലാണ്. ആശൂറ, തസ്വാ, ഫർള് നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആശൂറ, തസ്വാ. 9ലെയും 10ലെയും നോമ്പാണ്. ഒരു പ്രിയപ്പെട്ടവരെ, ഇരിക്കണം ഞാനും നിങ്ങളും അത്ര സുന്നത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധയും കണിശതയും പുലർത്തുന്നവരാണ്. പുലർത്തണം. ഇത്തരം വിഷയത്തിൽ ആലസ്യമുള്ളവർ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തണം. കാരണം അതേ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനുണ്ടാവുള്ളൂ. വേറെയൊക്കെ നമ്മളെ ഇട്ടെറിഞ്ഞു പോകുമ്പോ വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമലാ, അവശേഷിക്കുന്ന നന്മകൾ മാത്രമേ കൂടെ ഉണ്ടാവൂ. എത്ര മരണങ്ങൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാനും നിങ്ങളും മരിക്കും, ഒന്നും കൊണ്ടുപോകില്ല. ബാഖിയാത്തു സ്വാലിഹ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മുൻകൂട്ടി നമുക്കായിട്ട് തന്നെ ചെയ്യും. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅഅ്ളമ അജ്റാ. സുഹൃത്തേ, നിന്റെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നിനക്കായി വല്ലതും നീ മാറ്റിവെച്ചാൽ, നിനക്കായി വല്ലതും നീ ചെയ്തു കൂട്ടിയാൽ അത് നിനക്ക് അവിടെ കാണാം. ഖൈറൻ വഅഅ്ളമ അജ്റാ, ഏറ്റവും ഉന്നതമായ അവസ്ഥ. അല്ലേ? ഇന്നലെ നോമ്പ് നോറ്റു, അതിന്റെ പ്രതിഫലം എത്ര വലുതാണ്. ഇന്ന് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു, എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഖുത്ബ കേട്ടാൽ പോരാ, നസീഹത്തുകൾ കേട്ടാൽ പോരാ, വഅദ് കേട്ടാൽ പോരാ, ഖുർആൻ ക്ലാസ് കേട്ടാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അതിന് സുഖമായ മാറ്റം വരണം. അത്തരം ആളുകളെയാണ് പടച്ചറപ്പിന് ഇഷ്ടമുള്ളത്. യസ്മഉ ആയാത്തില്ലാഹി തുത്ലാ അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറാ. ആയത്തുകൾ ഇങ്ങനെ ഓതിക്കേൾക്കും, പ്രവാചകന്റെ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കേൾക്കും. എന്നാൽ സുഹൃത്തെ, ജീവിതം മറ്റൊരു വഴിയിലാണോ?
ആ വിഭാഗത്തോട് പടച്ചുറപ്പിന് കോപമാണ്. വൈലുൻ ലികുല്ലി അഫ്ഫാക്കിൻ നസീം. ഒരു വിഭാഗത്തോട് പടച്ചുറപ്പിന് ശക്തമായ അമർഷമാണ്. ഏതാണെന്നോ ആ വിഭാഗം ഖുർആൻ പറയുന്നു, യസ്മഉ ആയാതില്ലാഹി തുത്ലാ അലൈഹി. ഓതി കേൾപ്പിക്കുന്ന ഖുർആൻ ഇവർ ശ്രദ്ധയോടെ കേൾക്കും, എന്നാലോ അത് ജീവിതത്തിൽ ഒരൽപ്പം വരില്ല. ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ആയാത്തുകളും ഹദീസുകളും കേൾക്കുകയും മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നവരുടെ കാര്യത്തിൽ റബ്ബിന് താല്പര്യമേ ഇല്ല. ആശുറ നോമ്പ് നോൽക്കണം, താസുആ നോമ്പ് നോൽക്കണം, ഖുതുബയിൽ കേൾക്കുന്നു, നസീഹത്തുകൾ കേൾക്കുന്നു, അതാരോ ആളുകൾ നോറ്റോട്ടെ, എനിക്കത് ബാധകമല്ല. നിനക്ക് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പോകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിൽ പെടുമെന്നോ? വൈലുൽ ലികുല്ലി അഫ്ഫാക്കിൻ നസീം എന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമീനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിലപാട് ഇതാണ്. എല്ലാം കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. അല്ലാഹ് എന്റെ ജീവിതത്തിൽ വരുത്തുവാൻ ഞാൻ ഒരുക്കമാണ്. ഇന്നലകൾ പല വിഷയത്തിലും എന്നിൽ അപാകത വന്നിട്ടുണ്ട്. ഇന്നലകൾ കുറെ പാടിച്ചുകൾ വന്നിട്ടുണ്ട്. പുറത്തുകൊണ്ട ഇതാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ നിലപാട്. ഇനി ഞാൻ ഓതി കേൾപ്പിച്ചൊരു സൂറത്ത് ഖസസാണ്. വിശദമായൊരു വിഷയമാണ്. അല്പം വേഗത്തിൽ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മുഹറം മാസത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അഹങ്കാരിയായ ഫറോവെ, അള്ളാഹിനോട് ആര് കളിച്ചാലും പോലെ അള്ളാഹ് ഇരുത്തേണ്ടയിടത്ത് ഇരുത്തും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോ കുറച്ച് കാലതാമസം ഉണ്ടാവുന്നേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കി, ഞാനും മനസ്സിലാക്കും, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സൃഷ്ടിച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ആര് ഈ ഭൂമിയിൽ വിലസിയോ അവൻ റഹ്മാനായ പിടിച്ചുകെട്ടും. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂല കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആര് കിടമാത്സര്യം നടത്തിയോ അവനെ പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും. അല്ലാഹ് കഴിവുള്ളവനാണ്, അല്ലാഹ് ശക്തിയുള്ളവനാണ്, അതിന് സാധിക്കുന്നവനാണ്. ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഏത് വമ്പനെയും ഏത് കൊമ്പനെയും ഇരുത്തേണ്ടയിടത്ത് പടച്ചുറപ്പ് ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരല്പകാലം ചിലപ്പോൾ സാവകാശം നൽകും. അല്പ സുഖം നൽകും, അവസരം നൽകും, അധികാരം നൽകും, സൗകര്യങ്ങൾ നൽകും. അപ്പൊ അവർ വിചാരിക്കുന്ന ഒക്കെ നമ്മളെ കൈകളാലാണ് നടക്കുന്നത് എന്ന. പക്ഷേ പടച്ചോൻ പിടിച്ചു. ഫിറൗന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കാരിയായ ഫറോവ, ഖുർആനിൽ ഏറ്റവും പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാരാ? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുത്തറസൂൽ ഇറങ്ങിയ ഗ്രന്ഥാണ് ഖുർആൻ. എന്നാൽ മൂസാ നബിയെ പറ്റിയാണ് കൂടുതൽ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. അഹങ്കാരികളുടെ കാര്യങ്ങൾ വിശദീകരിച്ചിടത്ത് ഫിറൗനെ പറ്റിയാണ് ഖുർആൻ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? മൂസാ നബി ആരാണെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. ഫിർഔൻ എന്തായിരുന്നു എന്ന് നമ്മൾ അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ വലിയൊരു ലോകമാണ് ഖുർആൻ നമുക്ക് ഈ വിഷയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ മൂസാ നബിയെ അല്ലാതെ വിഷമിപ്പിച്ചു അള്ളാഹു നിയോഗിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും എന്റെ ഉമ്മ മൂസാ നബി വയറ്റിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ ആ ഉമ്മയുടെ മനസ്സിൽ കണ്ണീരാണ്. എന്തുകൊണ്ടാണ്? തനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് മുലപ്പാല് നൽകാൻ കിട്ടുമോ എന്ന ആശങ്ക ഉമ്മയുടെ മനസ്സിൽ വല്ലാതെയുണ്ട്. 19 മാസം വേദനയുടെ മേൽ വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടു നടന്ന് വേദന, മരണതുല്യം വേദന, അതിലുപരി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് സമാധാനം എന്താ? നോവ്, വിഷമവും അനുഭവിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിനെ മുലപ്പാലൂട്ടാനും താരാട്ട് പാട്ടാനും പ്രിയപ്പെട്ടവരെ ലഭിക്കുന്നു എന്നതാണ് ഒരു ഉമ്മയുടെ വേദന അസ്തമിക്കുന്നത് അവിടെ വെച്ചാണ്. ഒരു ഉമ്മ വിഷമിക്കാണ്, പടച്ചോനെ എന്റെ കുഞ്ഞിനെ, എന്റെ മുന്നിൽ ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ എന്റെ കൺമുമ്പിൽ വെച്ചവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുമല്ലോ എന്നൊരു വേദന. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, അവിടെ റബ്ബ് ഇടപെടുന്നത് ആലോചിച്ചു നോക്ക്. ഖുത്ബ കേൾക്കുന്നവരെ, അള്ളാഹിനെ ഭയന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, സൃഷ്ടാവിനെ വിസ്മരിക്കാൻ നമ്മൾ ജീവിച്ചാൽ, ജീവിതത്തിന്റെ എന്തെന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അള്ളാഹ് ഇടപെടും. ഇടപെട്ടുണ്ടോ എന്ന് ആലോചിക്കുന്ന ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോ അള്ളാഹ് ഇടപെട്ടിട്ടുണ്ടോ? സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ടോ? തഖ്വാബോധം നമുക്ക് ജീവിതത്തിലുണ്ടോ? അള്ളാഹ് എന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് തിരിച്ചറിവുണ്ടോ? ഇടപെടും. പ്രിയപ്പെട്ടവരെ, മൂസാ നബിയുടെ ഉമ്മയുടെ കാര്യത്തിൽ അള്ളാഹു അവസാന നിമിഷത്തിൽ ഇടപെടുകയാണ്. ഖുർആൻ പറയാണ്, വൗഹൈനാ ഇലാ ഉമ്മി മൂസാ. മൂസാ നബിയുടെ ഉമ്മാക്ക് അള്ളാഹ് ബോധനം നൽകി, അനിർളിഈ, നിന്റെ കുഞ്ഞിന് നീ മുലപ്പാല് നൽകിക്കോ. അപ്പോഴേക്കൊന്നും ആ ഉമ്മ പ്രസവിച്ചു. ആ ഉമ്മയോട് പറഞ്ഞു, നിന്റെ കുട്ടിക്ക് മുലപ്പാല് നൽകിക്കോ. ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നേക്കാം, നിന്റെ കൺമുമ്പിൽ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങി അവർ നിഷ്കരണം വധിച്ചേക്കാം, നീ ഭയപ്പെടണ്ട, എന്റെ റബ്ബ് അല്ലാഹുവിന്റെ ഇടപെടലുണ്ടാകുമെന്ന് മൂസാ നബിയുടെ ഉമ്മാക്ക് റഹ്മാനായ റബ്ബ് ബോധം നൽകുകയാണ്. വിശ്വാസികളെ, സൂറത്ത് ത്വാഹയിലെ ആയത്ത് എങ്ങനെയാണെന്നോ, ഇത് ഔഹൈനാ ഇലാ ഉമ്മി മൂസാ മാ യുഹാ. മൂസാ നബിയുടെ ഉമ്മാക്ക് നൽകേണ്ടതൊക്കെ നൽകി, ബോധനം നൽകി, കൃത്യമായി ധാരണ കൊടുത്തു. എന്ത് പറഞ്ഞെന്നോ, വേഗം ഒരു പെട്ടിയിലാക്കി ഒഴുക്കി, കുട്ടനോട് ഒഴുക്കിക്കോ. ആ സമയത്ത് ആ ഉമ്മാന്റെ മനസ്സിന്റെ വേദന, ഖുർആൻ പറഞ്ഞത് മനസ്സാകെ പോയി.
ആളാകണ ഐസായി. കാരണം പറഞ്ഞ കുട്ടിനെ ഒഴുക്കാൻ ആവശ്യപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞു പോയി എന്നല്ലേ വിചാരിക്കുക. പക്ഷെ റഹ്മാനായ റബ്ബ്, പ്രപഞ്ചത്തിന്റെ അധിപൻ, മൂസാ നബിയെ സൃഷ്ടിച്ച റബ്ബ്, മൂസാ നബിയുടെ ഉമ്മയുടെ നാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ആ ഉമ്മയോട് ഒരു ധൈര്യമുള്ള വാക്ക് പറഞ്ഞു. എന്താ ധൈര്യമുള്ള വാക്കെന്നോ? വലാ തഖാഫീ വലാ തഹ്സനീ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സമാശ്വാസത്തിന്റെ വാക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കിട്ടും നമുക്ക്, നമ്മളും തഖ്വയുള്ളവരാണ്. ആ ഉമ്മയോട് പറയാ, നീ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിലോട് ഒഴുക്കി. ആയത്ത് എന്താണെന്നോ? സമുദ്രം ആ കുട്ടിയെ, ആ നദി ആ കുട്ടിയെ കരയിലേക്ക് എത്തി. സൂറത്ത് ത്വാഹയിൽ ഖുർആൻ അങ്ങനെ പറയും, നീ സമുദ്രത്തിലേക്ക് ഇട്ടോ. വല്ലാത്തൊരു വാക്ക്, നദി കൊണ്ടുപോയിട്ട് കരയിക്കണ. ആ കുട്ടിനെ, നിന്റെ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് ഞാൻ തിരിച്ചു തരാം. സഹോദരി, നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട. ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തിരിച്ചു തരാം എന്ന് മാത്രമല്ല, മിനൽ മുർസലീൻ, ഈ ചോര പൈതൽ പ്രവാചകനാകാൻ പോകേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ വലിയൊരു മനസ്സിന്റെ സമാധാനം എന്താ? കുട്ടിനെ തിരിച്ചു തരാന്നല്ല, കുട്ടി അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പെടാൻ പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത അത്ഭുതകരമായ സംഭവം ഖുർആനിലെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ഈമാൻ കൂടണം. ഈമാനാ. ആ റബ്ബ് പറഞ്ഞ പരലോകം സത്യമാണ്, ആ റബ്ബ് പറഞ്ഞ ഹിസാബ് സത്യമാണ്, ആ റബ്ബ് പറഞ്ഞ സ്വർഗം സത്യമാണ്, എല്ലാം സത്യമാണെന്ന് കൂട്ടി വായിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ നമുക്ക് പ്രചോദനമാകണം. ആ ഉമ്മയുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത ചരിത്രം നിങ്ങൾ നോക്ക്. സമുദ്രത്തിൽ നിന്ന് ആ കുട്ടി എടുക്കുന്നു. ആര്? ഫിർഔനിന്റെ ആളുകളാണ് കൊട്ടാരത്തിലേക്ക് ആ കുഞ്ഞിനെ ആ നദിയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നത്. എടുക്കാൻ മനസ്സ് പടച്ചവൻ കൊടുക്കാനേ, അവരെ ഒഴുകിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ച പോരെ. മനസ്സ് നിയന്ത്രിക്കുന്ന പടച്ചുറപ്പ് ആ കുഞ്ഞിനെടുക്കാനുള്ള മനസ്സ് കൊടുക്കുന്നു. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, അള്ള പറയാ, ഫിർഔനിന് നിത്യ ദുഃഖമായി മാറേണ്ട, ഈ ജീവിതത്തിൽ മുഴുവനും തലവേദന സൃഷ്ടിക്കേണ്ട മകനെ റഹ്മാനായ റബ്ബ് ഫിർഔനിന്റെ ആളുകളെ കൊണ്ട് പടച്ചു പിടിപ്പിക്കും. ഈ ചങ്ങാതി ഫിർഔന് ഏറ്റവും തലവേദന സൃഷ്ടിക്കേണ്ട മനുഷ്യനെയാണ് റഹ്മാനായ റബ്ബ് എടുക്കുക. അവർക്കിത് അറിയണില്ല. അങ്ങനെ ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം അല്ലേ? ആ കൊട്ടാരത്തിലേക്ക് കുട്ടി എത്തിയപ്പോഴേക്കെന്ന് പടച്ചോൻ അവിടുത്തെ പശ്ചാത്തലം ഒരുക്കി. എങ്ങനെ ഫിർഔന്റെ മനസ്സിൽ ആ കുഞ്ഞിനോട് സ്നേഹം ഇട്ടുകൊടുത്തു. ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുകയാണ്, അൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നീ, അൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നീ വലിതുസ്ന അലാ ഐനി. ആ കുട്ടിയോട് ഇഷ്ടം ഫിർഔനാകുന്ന ആ മനുഷ്യന് ഈ കുഞ്ഞിനോട് ഇഷ്ടമാണ് തോന്നിപ്പിച്ചു. ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ പറഞ്ഞത്? വഖാലത്ത് ഇംറഅതു ഫിർഔൻ. അതൊക്കെ അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ഈ ലോകത്തിന്റെ നാഥൻ തബാറക്കല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, ഈ അണ്ടകടാഹത്തിന്റെ കൈകാര്യകർത്തൃത്വം ഏതൊരുവന്റെ കൈകളിലാണോ ആ റബ്ബിനെ നമ്മൾ അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ആസിയ ബീവി പറയാ, വഖാലത്ത് ഫിർഔൻ ഇംറഅതു ഫിർഔൻ ഖുറത ഐനുൻ ലി വലക, നമുക്ക് ഈ കുട്ടി സന്തോഷം കൺകൊണ്ടും ലാ തഖ്തുലു, ഈ ചങ്ങാതി കൊല്ലാനുള്ള മനസ്സുള്ള ആളാണ്. ഈ മകൻ ജനിച്ചു വളരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ആ നിയമം നടപ്പാക്കിയിരിക്കുന്നത്. ആസിയ റളിയല്ലാഹു അൻഹയെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു, ഖുറത്തു ഐനിൻ ലി വലക ലാ തഖ്തുലൂ അസാ അയ്യൻഫഅനാ, ഈ കുഞ്ഞിനെ നമുക്ക് കൊല്ലണ്ട, ഈ കുഞ്ഞിന് നമുക്ക് ഉപകാരപ്പെടും. ഔ നത്തഖിദഹു വലദാ, അല്ലെങ്കിൽ നമുക്ക് ഒരു വളർത്തുപുത്രനായിട്ട് വളർത്താം, നല്ല സുന്ദരനായിട്ട് മോനെ. അപ്പോൾ ആ ആയത്തിന്റെ അവസാനം വഹും ലാ യശ്ഉറൂൻ, ഓൽക്കാരിന്റെ ഉള്ളുകളിൽ അറിയുന്നില്ല. എന്താ കാരണം? ഇന്നഹും യകീദൂന കൈദാ വഅകീദു കൈദാ ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുബൈദാ. ഏതേത് തന്ത്രങ്ങളെക്കാളും അപ്പുറം തന്ത്രം മെനയാൻ കഴിവുള്ളവനാണ് റബ്ബ്. ഇവർക്കത് അറിയുന്നില്ല. ആ കുഞ്ഞിന് പിന്നെ മുലപ്പാൽ ആരാ കൊടുക്കുന്ന? പറച്ചോമല്ല, എന്റെ കുട്ടൻ എന്റെ കയ്യിലേക്ക് ഞാൻ തിരിച്ചു തരാന്ന് ആ കൊടുക്കുന്ന രംഗം ആലോചിച്ചോക്കാൻ. ആ കൊട്ടാരത്തിൽ കുട്ടി എത്തിയിട്ടുണ്ട്. മുലപ്പാല് കൊടുക്കാൻ മുലയൂട്ടമ്മമാർ വേണമെന്ന മെസ്സേജ് നാട്ടിലാകെ പരന്നപ്പോ ക്യൂവായ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നല്ല ശമ്പളം കിട്ടും, നല്ല പരിഗണന ലഭിക്കും അല്ലേ? കൊട്ടാരത്തില് കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാറുണ്ട്. അതാണ് ആര് വന്നിട്ട് മുല കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയെ ഏൽപ്പിച്ചാലും
ഏത് ഉമ്മ ആ കുട്ടിയെടുത്ത് മാറോട് ചേർത്ത് മലപ്പാലെടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഹൃദയായി കഴിക്കണം. ആ കുട്ടിക്ക് ഒരു ഉഷാറൊന്നും. അള്ളാഹു എല്ലാ റളാഅത്തിനെയും അള്ളാഹു വിലക്കുന്ന. അവസാനം മൂസാ പ്രവാചകന്റെ സഹോദരി, ഉമ്മയുടെ സഹോദരി തന്നെ ആ കൊട്ടാരത്തിൽ ഖാദിമത്താണ്. ആ സഹോദരി ചോദിച്ചു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു. എന്റെ അറിവിലൊരു സ്ത്രീ ഉണ്ട്, ഞാൻ അറിയിച്ചു തരട്ടെ. നമ്മളെ അറിവിലൊരു പെണ്ണുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, കാരണം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അവരാരും അറിയുന്നില്ല. അതാ പ്രസവിച്ച ഉമ്മ തന്നെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു, കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഹൃദ്യമായ ആ കുട്ടി മലപ്പാല് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കൊട്ടാരത്തിൽ ആ മലയൂട്ടമ്മയായി നിശ്ചയിക്കുന്നു. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കനപ്പെട്ട ഒരു വാക്ക് നിങ്ങൾ നോക്ക്. ഏറ്റവും നല്ല ശമ്പളക്കാരി ആരാ? നിഅമൽ അജീറു ഉമ്മി മൂസാ തുറബി വലദഹാ വതഖുദു ജറഹാ. സ്വന്തം കുട്ടിക്ക് മുല കൊടുത്തിട്ട് ഭയങ്കര ശമ്പളം കൊട്ടാരത്തിന് പറ്റുന്നു. വഹും ലാ യശൂറൂൻ, അവരറിയാം. പ്രിയപ്പെട്ടവരെ, ഈ സൂറയിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അള്ളാഹുള്ള വിശ്വാസത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയരും. പടച്ചോ നമ്മളെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാം. അവന്റെ കൈകാര്യങ്ങളുടെ കഴിവും ആ കൈകാര്യങ്ങളുടെ മികവും പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ആ കുട്ടി കൊട്ടാരത്തിൽ സന്തോഷവാനായി വളരെയാണ്. വിശ്വാസികളെ, ആ കുട്ടി ആരാകണം? കൊട്ടാരത്തിൽ ഒരു നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായി വളർന്നാൽ പോരാ. ഈ അഹങ്കാരിയായ ഫിർഔനിന്റെ മുന്നിലേക്ക് ദാഴിയായി നിയോഗിച്ചേക്കണം. അത് റബ്ബിന്റെ തഖ്ദീറാണ്, അവന്റെ തഖ്ദീറാണ്. അത് നടക്കണം. അതിന് അസ്ബാബുകൾ വരാണ്. കൊട്ടാരത്തിൽ ഇങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുമ്പോ നല്ല നല്ല ഭക്ഷണം കൊടുത്ത് റാഹത്തായി വളർന്നു വരുമ്പോ കൊട്ടാരത്തിന്റെ വഴി ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. കിബുത്തി ഭരണകൂടമാണ് ഫിർഔന്റെ ഭരണകൂടം. അവിടുത്തെ പ്രതിപക്ഷാരായ ഇസ്രായേൽ മക്കളാണ്. ഒരു കിബുത്തി ഭരണകൂടത്തിൽപ്പെട്ട ഒരു സുഹൃത്തും ഇസ്രായേൽ സന്ധിയും തമ്മിൽ ചെറിയൊരു വാക്കേറ്റവും പ്രശ്നം ഉണ്ടാകുക. മൂസാ നബിക്ക് ഈ പാവപ്പെട്ട ഇസ്രായേൽ സന്ധിയെ മറ്റോ അടിച്ചൊതുക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ചെറിയൊരു ഇടപെടൽ നടത്തി. ഖുർആൻ പറയാണ്, ചെറിയൊരു ഇടപെടൽ നടത്തി. ചുരുക്കി പറഞ്ഞ മൂസാ നബിയുടെ കൈകളാൽ ആ മനുഷ്യൻ മരണപ്പെടുന്ന അവസ്ഥ വരും. ഒരു ഇടി കൊടുത്തത് മർമ്മത്ത് തട്ടിയിരിക്കും. മൂസ കൊട്ടാരത്തിനെ കൊണ്ട് വല്ലാതെ മനഃപൂർവ്വമല്ല, അല്ലാഹുവിന്റെ അരികിൽ തെറ്റ് വന്നു, അല്ലാഹ് എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അസമയം മൂസാ നബിക്ക് റഹ്മാനായ പുറത്തു കൊടുക്കുക. പിന്നെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ മെസ്സേജ് എന്താണ്? ഈ കുട്ടിയോട് ഇഷ്ടമുള്ള ചില ആളുകൾ പറഞ്ഞു, ഇനി വല്ലാതെ നിൽക്കേണ്ട കുട്ടി വേഗം വണ്ടി വിട്ടു. ഇവിടെ നിന്നാലേ വളർത്തുപുത്രനാ നോക്കൂല, ചങ്ങാതി വന്നാ കഥ കഴിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നിറങ്ങുകയാണ്. മൂസാ പ്രവാചകൻ കൊട്ടാരത്തിന് പുറത്തിറങ്ങുന്നു. ആരുമില്ലാതെ എനിക്ക് ആരുമില്ല, കൂട്ടിനാരുമില്ല, എന്റെ റബ്ബുണ്ടെന്ന തിരിച്ചറിവ്. വിശ്വാസികളെ, ഖുർആൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന റബ്ബിനെ മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹ്, അക്രമകാരികളിൽ എനിക്ക് നീ രക്ഷ നൽകണേ. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്താൽ കരുണാവാരിയായ റബ്ബിന്റെ സഹായം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ തേടിയെത്തുക എന്ന് നമുക്കറിയില്ല. മരുഭൂമിയിലോടി ഈ മനുഷ്യന് ഓടന്നെ. കാരണം എന്താ? ഫിറൗനും കൂട്ടർ അറിഞ്ഞു ഈ ചങ്ങാതിയാണ് കൊലയാളി, പിടിച്ചു കൊണ്ടുവരണമെന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. 4 ഭാഗം ആളുകൾ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഈ ചെറുപ്പക്കാരനോടുകയാണ്. അന്ന് മൂസയാണ്, മൂസാ നബിയല്ല. പക്ഷേ മനസ്സിലല്ലാ എന്നൊരു തിരിച്ചറിവുണ്ട്. പ്രാർത്ഥനയോടുകൂടിയാണ് ഓടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇടപെട്ടത് ഞാനും നിങ്ങളും പലപ്പോഴായി കേട്ടവരാണല്ലോ സഹോദരാ. അങ്ങനെ യാത്ര ചെയ്ത് പ്രാർത്ഥനയോട് ഓടുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തുമ്പോ ഒരു ജലാശയത്തിന്റെ അരികിൽ അവിടെ ഉണ്ട് കുറെ ആളുകള് തങ്ങളുടെ കന്നുകാലികൾക്കൊക്കെ മദീനയിലേക്ക് എത്തുന്നു. ഓടി മദീനയിലേക്ക് എത്തുന്നു. അവിടെ എത്തിയ സമയത്ത് കുറെ ആളുകൾ കന്നുകാലികൾക്ക് വെള്ളം കാണിച്ചു കൊടുത്തു. 2 പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിന്നിട്ട് സൂക്ഷ്മനായിക്കൊണ്ട് ഈ ചെറുപ്പക്കാരന് ബോധ്യപ്പെട്ടു. നല്ല 2 കുട്ടി. എന്താ? ആ കുട്ടികള് തിക്കും തിരക്കിലേക്ക് പോകുന്നില്ല. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുക, എന്താ മക്കളെ നിങ്ങളെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഞങ്ങളെ വാപ്പ വയസ്സായ വാപ്പയെ, ഞങ്ങൾ അവർക്കൊന്നും കന്നുകാലികൾക്ക് വാക്കൊന്നും ഈ പണി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വന്നതാണ്. തിക്കും തിരക്കൊന്നും മാറിയതിനു ശേഷം കന്നുകാലികൾക്ക് വെള്ളം കാണിക്കാന്ന് വിചാരിച്ചു മാറി. മൂസ എന്ന ചെറുപ്പക്കാരൻ ഒരു ഹിദ്മ ചെയ്യാൻ തീരുമാനിക്കും. മക്കളോട് ഞാൻ ഞങ്ങളെ കന്നുകാലികൾക്ക് വെള്ളം കാണിക്കാം. എന്നിട്ട് ആ കുട്ടികൾക്ക് വെള്ളം കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളുടെ കയ്യിൽ നീ കൊണ്ടുപോയിക്കോളി. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹ്, ഈ മൂസ എന്ന ചെറുപ്പക്കാരൻ ഫഖീറാണ്, നിന്റെ സഹായം അനിവാര്യമായ ഒരു സമയത്താണ് ഞാൻ
ആരും എന്നെ സഹായിക്കാനില്ല. റബ്ബേ, നിന്റെ തുണയല്ലാതെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല. ആ ഖിദ്മ ചെയ്തതിനു ശേഷം ഒരു തണലിലേക്ക് മാറി നിന്നുകൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹായം വന്ന വഴി നിങ്ങൾ നോക്കണേ പ്രിയപ്പെട്ടവരെ. ആ പെൺകുട്ടികൾ ഒരാൾ കടന്നു വരുന്നു. ആ പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വാപ്പങ്ങളെ വിളിക്കുന്നുണ്ട് വീട്ടിൽ. ഞങ്ങളെ കന്നുകാലികൾക്ക് വെള്ളം കാണിച്ചില്ല, ഇനി കൂലി തരാനാണ്. അതില് പാവം ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കാണ്. സഹായം വല്ലാത്തൊരു പ്രതിസന്ധിയിലല്ലേ ആ കുട്ടിയോട് കൂടെ പോകുക. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിലെത്തുന്നു. അതാണ് ഈ സൂറത്തിന്റെ പേര് ഖസസ് ആണ്. അവിടെ ചെന്നപ്പോ എന്തേ മോനെ സംഭവം എന്ന് ചോദിച്ചപ്പോ വൃദ്ധനായ ആ കുട്ടിയുടെ വാപ്പയോട് കാര്യങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിച്ചു കൊടുത്തു. ഖസ്സാലയിൽ, അങ്ങനെ ഈ സൂറത്തിന് ഖസസ്, കഥകളാണ്, ഇസ്സയുടെ ബഹുവചന ഖസസ്. അതില് ആ വാപ്പ പറഞ്ഞിരുന്ന, മോനെ ഈ പേടിക്കണ്ട, നജൗത്തുമിനൽ ഖൗമിൽ ളാലിമീൻ. ഒറ്റ കുട്ടി എന്നെ വിഷമിപ്പിക്കൂല, ഒരാൾ എന്നെ മേത്തോടൂല, ഞാൻ രക്ഷിച്ചോളാം. ഈ ചെറുപ്പക്കാരൻ ആരാ പ്രിയപ്പെട്ടവരെ? ഈ വയസ്സനായ വൃദ്ധനായ വാപ്പയാരാണെന്നോ? മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അങ്ങനെ ആ വീട്ടിൽ ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടികൾ ഒരു വേളെ ഈ ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ. വിശദീകരിക്കാൻ സമയം ഞാൻ സൂചിപ്പിക്കണം. ഈ വഴിയിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മൂസാ നബിയെ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചറിയും. അവിടെ റബ്ബിന്റെ അത്യത്ഭുതകരമായ ഇടപെടൽ. ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എളുപ്പമാകുന്നില്ലെങ്കിൽ, തട്ടിത്തടവ് വരുന്നുവെങ്കിൽ, പ്രതിസന്ധി വരുന്നുവെങ്കിൽ, എവിടെയോ സൂക്ഷ്മത കുറവുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ. ഖുർആന്റെ വാഗ്ദത്തമല്ലേ, വാഗ്ദാനമല്ലേ, ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ തുറവി നൽകും, കാര്യം എളുപ്പമാക്കി തരും ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അങ്ങനെ കുടുംബജീവിതമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ മൂസാ നബിക്ക് പിന്നെ അല്ലാഹു വീട്ടിൽ 8 വർഷത്തോളം മൂസാ നബി അവിടെ കഴിച്ചു കൂട്ടും. അങ്ങനെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പുറത്തിറങ്ങുക. പിന്നെ മൂസാ നബി ചരിത്രം കാണുന്നത് കലീമുല്ലാഹി മൂസാ നബി ആകുക. മൂസാ നബി അള്ളാഹിനോട് സംസാരിക്കണം, പിന്നെ കാണാൻ പോണം അല്ലേ? വീട് വിട്ട് പുറത്തിറങ്ങുന്ന കുടുംബം. ഒരു ദൂരദിക്കിൽ നിന്നൊരു വെളിച്ചം കണ്ടയിടത്തേക്ക് മൂസാ നബി, എന്താ അവിടെ ഒരു വെളിച്ചം കണ്ടല്ലോ, ഭാര്യയും കുട്ടികളും ആയിട്ട് ഇറങ്ങിയിരിക്കുക, അവിടെ ഒരു വെളിച്ചം കണ്ടല്ലോ, പോയോ? പ്രിയപ്പെട്ടവരെ, എന്താ ഈ പ്രപഞ്ചത്തിന്റെ നാഥനുമായി സംസാരിക്കാൻ ലോകത്തൊരൊറ്റ പ്രവാചകനും റഹ്മാനായ തൗഫീഖ് നൽകിയിട്ടില്ല. മൂസാ നബിയോട് അല്ലാഹു സംസാരിക്കാൻ, അതാണ് കലീമുല്ലാഹി മൂസാ. വഹി കിട്ടാൻ, പ്രവാചകനാകാൻ, പ്രബോധകനാകാൻ. എന്നിട്ട് അള്ളാന്റെ തീരുമാനം എന്താ? ഈ ആദ്യമായിട്ട് വഴന്ന് പറയേണ്ടത് വെച്ചിട്ടാണ് ഈ ധിക്കാരിയോട് പോയി ചുളി നിർത്തി തൗഹീദ് പറയണം മൂസാ നബിയോട് പറയുന്നത്. അള്ളാന്റെ തീരുമാനമാണ്. വഹി കിട്ടി. തൂരിസീന താഴ്വരയിൽ വെച്ച് മൂസാ നബിയോട് മൂസാ നബി അല്ലാഹുവോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ചരിത്ര സംഭവമാണ്. ഒട്ടനവധി വിഷയങ്ങൾ, ആ കാര്യങ്ങളോട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അള്ളാഹു വഹി കൊടുത്തിട്ട് ആദ്യം പറയണത് മൂസാ നബിയോട് റഹ്മാനായത് പറയുന്നു, ഫിർഔനിന്റെ മുന്നിലേക്ക് പോകണം. അപ്പൊ മൂസാ നബിക്ക് ഒരല്പം വിഷമം. എന്താ? പോലെ മനസ്സിൽ മൂസാ നബി ആരാ? ഒരു കൊലയാളിയാണ്. കിട്ടിയാൽ എന്ത് കാണിക്കുന്നറിയില്ല. പക്ഷേ എവിടെ പ്രാർത്ഥനയാണ്? ഒരു മനുഷ്യന്റെ ജീവിതം ധന്യമാക്കുന്നത് പ്രാർത്ഥനയാണ്. മനസാന്നിധ്യത്തോടെയുള്ള പ്രാർത്ഥനയുണ്ടോ? ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ടോ? ഈ ഹവും പരവും പ്രിയപ്പെട്ടവരെ ഹൈറായി തീരും. ഈ ഖുത്ബ എങ്ങനെ കേൾക്കും? മൂസാ നബിയുടെ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ചരിത്രം ഇങ്ങനെ കേൾപ്പിച്ചിട്ട് അതിൻ്റെതായ ലോകത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോവുക എന്നതല്ല ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂസാ നബിയിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച റബ്ബിന്റെ ഇടപെടലുകൾ നമ്മൾ കാണുമ്പോ അവിടെ നമുക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റണം. ആ റബ്ബ് ഇന്നും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലാ തുഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കം ബാധിക്കാതെ, മയക്കം ബാധിക്കാതെ ഈ പള്ളിയിൽ ജുമുഅക്ക് വന്നവർ എത്ര ആളുകളുണ്ടെന്ന് കണക്ക് റബ്ബിന്റെ അരികിലുണ്ട്. ആ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രശ്നം പരിഹരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് ഓരോരോ നിമിഷാർത്ഥങ്ങൾ നമ്മുടെ പ്രാർത്ഥന എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ.
കണ്ണിമോട്ടുന്ന സമയം പോലും അല്ലാ എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ലേ. ഇതല്ലേ ഞാൻ നിങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹ് ഇടപെടും പ്രിയപ്പെട്ടവരെ. മൂസാ നബിയോട് പറയാണ്, നിക്കിന്റെ ഒരു സഹോദരനെ ഒരു സഹായിയായി കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. മൂസാ നബിക്ക് ഹാറൂൻ നബിയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പോയിട്ട് നല്ല ചുള്ളിനെ വൃത്തിക്കൊണ്ട് തൗഹീദ് പറയാം. ഈ നന്നാകെ ഒരുക്കുണ്ട്. അള്ളാഹ്ക്ക് ഫിറൗന് നന്നാകനെ പ്രിയപ്പെട്ടവരെ താല്പര്യം. എത്ര ഹറാമിൽ പോകുന്ന ആളാണ് നന്നാകണം. തിന്മയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഹറാമിന്റെ ലോകത്താണ്. ഏതു മനുഷ്യനും തിന്മയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം, നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഈ നന്നാകെ ഒരുക്കുണ്ടോ? ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. മൂസാ നബി പറയാണ്, അനക്ക് അള്ളാഹുവിന്റെ കൃത്യമായ ദീനിയായ വഴി ഞാൻ കാണിച്ചു തരാം, നീ തഖ്വയിലേക്ക് സൂക്ഷ്മതയിലേക്ക് വരാൻ ഒരുക്കണം. പക്ഷെ അഹങ്കാരിയായ ഫറോവ അതിന് ഒരുക്കമായില്ലെന്ന് മാത്രമല്ല, കസ്സബ വഅസാ ഫഅസ്റ ഫകസ്സബ വഅസാ ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. മുഅ്മിനീങ്ങളെ, ഖുർആൻ പഠിക്കണം. ഒരായത്ത് ഞാൻ ഓതുമ്പോൾ നിങ്ങൾക്ക് ഓതാൻ കിട്ടണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാകണം? ഖുർആൻ. ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഖുർആൻ കയ്യിലെടുക്കാറുണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? ദിവസവും അല്പസമയം, ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഫോണിൽ കളിക്കുന്നത്? ഫോൺ കയ്യിൽ നിന്ന് വെക്കാത്ത സമയമല്ലേ ഭൂരിഭാഗവും. എന്നാൽ ഇഹപര സൗഭാഗ്യത്തിനായി, ഖബറിലെ ജീവിതം സന്തോഷകരമാകാൻ, ഹിസാബ് സീറാകാൻ, സിറാത്ത് വേഗതയിൽ പോകാൻ, വലത് കൈയിൽ പുസ്തകം കിട്ടാൻ, വിശ്വാസികളെ ജിബ്രീൽ എന്ന മലക്കിലൂടെ റഹ്മാനായ റബ്ബ് ജിബ്രീൽ എന്ന മലക്കിലൂടെ മുത്ത് റസൂലിലൂടെ നമുക്ക് നൽകിയ 6000 ചില്ലാനം മെസ്സേജുകളുണ്ട്. തുറന്നു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വന്തമാക്കാൻ, അത് നമ്മുടേതാക്കി മാറ്റാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇങ്ങനെ ഖുർആന്റെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നവര് വല്ലാത്തതാ. അവൻ അഹങ്കാരിയായി, ധിക്കാരിയായി. പിന്നെ മൂസാ നബിക്കെതിരെ ശക്തമായ മർദ്ദനങ്ങളുടെ മുറ അഴിച്ചുവിടാണ്. കാരണം മൂസാ നബിയോട് പിടിച്ചാൽ കിട്ടൂല എന്നുള്ള അവസ്ഥയ്ക്ക് വരാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യത്ഭുതകരമായ രൂപത്തിലല്ലേ റഹ്മാനായ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത്, സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസം ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഹാമാൻ എന്ന തന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഫിർഔൻ ചോദിച്ച ചോദ്യം എന്താണെന്നോ? ഒരു കോണി ഉണ്ടാക്കി തരുമോ? ആകാശലോകത്ത് മൂസ പരിചയപ്പെടുത്ത റബ്ബുണ്ടോ എന്ന് ഞാൻ എത്തി നോക്കട്ടെ എന്ന് മാത്രം എത്രമാത്രം പറയാൻ അഹങ്കാരം കാണിച്ച ഫറോവേ, എല്ലാവർക്കും മാതൃക എന്നോണം പടച്ചെറുപ്പ് പിടിച്ചു കിട്ടാൻ ആ റബ്ബിനെ ഭയപ്പെടുക, ആ റബ്ബിനെ ഭയപ്പെടുക, ആ റബ്ബിനെ ഭയന്ന് ജീവിക്കുക. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോട് പോലെ. വിശ്വാസികളെ, അമ്പിയാക്കളാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. നമ്മൾ അവരെയാണ് മാതൃകയായി കാണുന്നത്. അവരെ ചരിത്രങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ ആവേശം ഉൾക്കൊള്ളുന്നത്. ഓലെ ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന്റെ ശൈലി എങ്ങനെയാണ്? ഏത് പ്രശ്നവും ഖുർആൻ കാര്യം. മറിയം ബീവി വിഷമം വന്നപ്പോ അള്ളാഹു ഇടപെട്ടത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഇതേമാതിരി പ്രസവിക്കാരായ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ വേദന എന്താ? ഈ പ്രസവിക്കുന്നതോടുകൂടി ഞാൻ നാട്ടിലാകെ വഷളാകുമല്ലോ എന്നൊരു വല്ലാത്തൊരു വിഷമം. കാരണം ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിറകിൽ ലോകത്തിന്റെ നാഥന്റെ ഇടപെടലാണെന്ന് മറിയം ബീവിക്ക് അറിയാം. പക്ഷെ അയ്യുഹന്നാസിന് അറിയില്ല. അയ്യുഹന്നാസിന്റെ ധാരണ എന്താണ്? മറിയം ബീവി അഭിഹിതത്തിലൂടെ നടന്നിട്ടാണ് ഈ വയറ്റിൽ കുഞ്ഞുണ്ടായിട്ടുള്ളത് എന്നാണ്. ജൂതന്മാർ അതാ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടൊരു ഭാര്യ, ഒരു ഉമ്മ പ്രസവിക്കുമ്പോഴുള്ള വിഷമം എന്താ? പറച്ചോനെ, വല്ലാത്തൊരു അവസ്ഥയിലാവുമല്ലോ ഞാൻ. അപ്പൊ ആ ഉമ്മ പ്രാർത്ഥിക്കാണ്, പറച്ചോനെ ഞാൻ മരിച്ചെങ്കിൽ, പ്രസവിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചെങ്കിൽ എന്റെ കുട്ടി രക്ഷപ്പെട്ടു. പക്ഷെ അള്ളാഹു തീരുമാനിച്ചു, മറിയം നീ മരിക്കേണ്ടവളല്ല, നീ ജീവിക്കേണ്ടവളാണ്, നീ ലോകർക്ക് ഒരു മാതൃകയായി മുന്നോട്ട് പോകേണ്ടവളാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇടപെടൽ നിങ്ങൾ നോക്കൂ. അള്ളാഹു വിളിച്ചു, അത് മൂസാ നബിയെ വിളിച്ചതുപോലെ, മൂസാ നബിയുടെ ഉമ്മയെ വിളിച്ചതുപോലെ അള്ളാഹു വിളിക്കാണ്. നീ ദുഃഖിക്കണ്ട മറിയം, വ്യസനിക്കണ്ട, ഭക്ഷണം ഞാൻ നിനക്ക് നൽകാം, വെള്ളം നിനക്ക് ഞാൻ നൽകാം, മാനക്കേട് നിന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ദീൻ ഇങ്ങനെ കേൾക്കുമ്പോ, ഖുർആനായത്ത് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു വല്ലാത്ത കോരിത്തിരിപ്പുണ്ടാകും.
നാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി. മറിയമിനെ വിളിക്കാൻ, വിഷമിക്കണ്ട നീ, ഖദ് ജഅല റബ്ബുകി തഹ്തക സരിയ. ഖുർആനല്ലേ നമ്മെ പഠിപ്പിക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ അല്ലാഹ് ഇടപെടണോ? ഈ മറിയമിന്റെ ഏറ്റവും വലിയ പവിത്രത എന്താണ്? രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്നതാണ്. അവിടെ അല്ലാഹു മാർക്കിട്ടത് വകാനത്ത് മിനൽ ഖാനിതീൻ വകാനത്ത് മിനൽ ഖാനിതീൻ വമറിയമ ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഹറാമിൽ സഞ്ചരിക്കാൻ അവസരങ്ങൾ തരും. ആണിനും പെണ്ണിനും തിന്മ ചെയ്യാൻ അവസരം ഒരു തവണയെങ്കിലും തരും. ഒട്ടുമിക്ക ആളുകളും ആ ചെലിക്കുണ്ടിൽ വീഴാറ്. അവിടെ പിടിച്ചു നിൽക്കാൻ ആരോരും തന്നെ കാണില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നു, അവനറിയാത്തൊരു നിമിഷം എന്റെ ജീവിതത്തിലായതൊരു വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റിയാൽ നമ്മൾ തെർക്കുകയുള്ളവരായി. ഞാൻ പറഞ്ഞെന്താണെന്ന്, മറിയമിനെ അള്ളാഹു രക്ഷപ്പെടുത്താൻ അത്ഭുതല്ലേ പിന്നെ കാണിച്ചു. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിച്ചു. മാനക്കേടെന്ന് പടച്ചവനെ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ റബ്ബ് നമ്മെ കാണുന്നു എന്ന് തിരിച്ചറിയുക. മൂസാ നബി അള്ളാഹു രക്ഷപ്പെടുത്താൻ ഫിറോനും കൂട്ടരും മർദ്ദനങ്ങൾ കൂട്ടിയപ്പോ സാഹിര്യങ്ങളുമായിട്ട് ഒരു വലിയ മത്സരം അവിടെ നടന്നു. അവിടെ മൂസാ നബി ജനിച്ചു. ഇനി ചങ്ങാതിയോട് ആദർശം കൊണ്ട് നേരിട്ടാ രക്ഷ കിട്ടൂല എന്ന് വിചാരിച്ചപ്പോ പിന്നെ മർദ്ദനങ്ങളുടെ മാർഗം വ്യത്യസ്തമാക്കി ബുദ്ധിമുട്ടി. അതിൽ അള്ളാഹു തീരുമാനിച്ചെന്താണ്? മൂസാ നബിയും വിശ്വാസികൾ ലോകരൊക്കെ കാണുന്ന ബുദ്ധി ചങ്ങാതിയെ മുക്കിക്കൊല്ലാൻ തീരുമാനിക്കും. അതാണ് റഹ്മാനായ. എല്ലാരും കൂടെ നോക്കുക. അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട് വിശ്വാസികൾ ഹിജറ പോകാൻ ആവശ്യപ്പെട്ടു. ചങ്കട തീരത്തെത്താൻ ആ സമുദ്ര തീരത്തെത്തുന്നു. പ്രിയപ്പെട്ടവരെ, മൂസാ നബിയുടെ കൂടെ വിശ്വാസികളുണ്ട്. ആ സമയത്ത് ഒരു വലിയൊരു പോയിന്റ്. സമുദ്ര തീരത്ത് എത്തിയപ്പോ മൂസാ നബിയുടെ കൈകളിൽ ഒരു വടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. അല്ല പറഞ്ഞു, ആ സമുദ്ര തീരത്തേക്കാണ് പോയിക്കോന്ന് പറഞ്ഞു. വിശ്വാസികളെ കൂട്ടിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു സമുദ്ര തീരത്തെത്തുന്നു. മുന്നില് മൂസാ നബിയും കൂട്ടർ ഇറങ്ങി എന്നുള്ള വിവരം അറിഞ്ഞപ്പോ ഫിറോനും കൂട്ടരും ഇങ്ങനെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി അവിടെ വെച്ച് തച്ചു കൊല്ലാന്ന് വിചാരിച്ച പിറകിൽ കൂടിയിട്ട് വിശ്വാസികളെ ആ സമയത്ത് മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞൊരു വാക്ക് നോക്കി, ഇന്നാല മുതറക്കോൻ, മൂസാ ഞങ്ങളെ നീ എങ്ങോട്ടാണ് വിളിച്ചു വരുത്തി കൊണ്ടുവന്നിരിക്കുന്നത്? അവർ ഞങ്ങളെ വെട്ടിക്കൊല്ലില്ലേ? ഫിറോനും കൂട്ടരല്ലേ നമ്മെ അനുഗമിക്കുന്നത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, മൂസാ നബിയുടെ കനപ്പെട്ട വാക്ക് നിങ്ങൾ നോക്കണേ. മൂസാ പ്രവാചകൻ പറഞ്ഞു, കല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. പേടിക്കണ്ടോ കൂട്ടരെ, നിങ്ങൾ എന്തിനാ ബേജാറാണ്? അല്ലാഹ് നമ്മുടെ കൂടെ. അല്ലാഹ് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്. അപ്പൊ അള്ളാഹു ഇടപെടുമെന്ന ശുഭാത്വിശ്വാസം മൂസാ. കയ്യിലൊരു വടി ഉണ്ട്. ആ വടി കൊണ്ട് ആ മുഅ്ജിസത്ത് അതിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മൂസാ നബിക്കറിയാം. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ പ്രകടിപ്പിക്കുന്നത് മൂസാ നബിക്കറിയില്ല. അള്ളാഹ് ഓർഡർ കൊടുക്കണം. അപ്പൊ വടി കൊണ്ടടിക്കുമ്പോഴാണ് അതാ സമുദ്രത്തിൽ അടിക്കുന്നു. സമുദ്രം രണ്ടായി പിളരുന്നു. അല്ലേ? നല്ലൊരു സുന്ദരമായൊരു വഴി മൂസാ നബിയും കൂട്ടരാണ് ആ വഴി നടന്നു. ഏകദേശം ഇങ്ങനെ സമുദ്രത്തിൽ സെന്റർ പോയ സമയത്ത് ഫിറോൻ കൂട്ടർ കണ്ടത് പറഞ്ഞു, ഈ ചങ്ങാതി വല്ലാത്തൊരു മജീഷ്യനാണല്ലോ, വല്ലാത്തൊരു അത്ഭുതക്കാരനാണല്ലോ മൂസാ നബി. ഓല് ഇറക്കണം, പടച്ചുറപ്പിന്റെ തീരുമാനമാണ്. ഏകദേശം നടുവിലെത്തിയപ്പോ സമുദ്രമതാ പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനാ റബ്ബെന്ന് വാദിച്ച ധിക്കാരിയെ കരുണാവാരിയായ റബ്ബ് മൂസാ നബിയും വിശ്വാസികളും നോക്കി നിൽക്കെ മുക്കിക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നു. ബഖറ സൂറയിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞു, ആ റബ്ബിനെ നമ്മൾ ഭയപ്പെട്ടു. ഒലിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫിറോൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞു. മൂസ എവിടെ? വിശ്വസിക്കാലോ. അല്ലാഹ് ചോദിച്ചു, ഈ നിമിഷം വരേക്കും മൂസാ നബിയെ പ്രയാസപ്പെടുത്തിയ ധിക്കാരി, നിന്റെ തൗബ എനിക്ക് വേണ്ട, നിന്റെ പശ്ചാത്തലം എനിക്ക് വേണ്ട. നിന്നെ ലോകർക്ക് സകലർക്കും മാതൃകയെന്നോണം നിന്റെ മൃതശരീരത്തെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഏതായത് സൂറത്ത് യൂനുസിലെ 92-ാമത്തെ. ഇന്നും ആ ചങ്ങാതിയുടെ മൃതശരീരം കൈറോവിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ മൃതശരീരം ഞാൻ രക്ഷിക്കും. ശേഷം വരുന്നവർക്കൊക്കെ ഒരു ബോധ്യപ്പെടാൻ, പടച്ചോനാന്ന് പറഞ്ഞ് വെലസിയോനാണത് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയും. മൂസാ നബിയെ അള്ളാഹുവിന്റെ വിശ്വാസികളെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതാണ് ഖുർആനിലെ കഥ എന്ന് പറഞ്ഞാൽ. സൂറത്ത് ഖസ് പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞു എത്ലു അലൈക മിൻ നബി മൂസാ വഫിർഔന ബിൽ ഹഖ്. ഹഖായ കഥ. ഇതിലൊരു വെള്ളം ചേർക്കലുമായി
വിശ്വാസികളെ ഇതിന് പാഠം ഉൾക്കൊള്ളണം. ആ ദിവസമാണ് മുഹറം 10. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾ നോമ്പ് നോറ്റിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പാപങ്ങൾ പുറത്തു തരാൻ വലിയൊരു കാരണം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വിശ്വാസികളെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗ്ഗം തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ഇഷ്ടം കിട്ടാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതരാകാൻ അറിവില്ലായ്മയാൽ അലവിവേകത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളമാണ്. മരണപ്പെട്ടവർ ധാരാളമാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله.